അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എല്ലാവരും മുഅ്മിനീങ്ങളാണ്, പരലോകത്ത് വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണശേഷം മുതലാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നതും അതിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഇവിടെ നമ്മൾ വന്നത്, ഇപ്പോൾ നമ്മൾ തറാവീഹ് പൂർത്തിയാക്കിയത്, പകല് നോമ്പനുഷ്ഠിച്ചത് വേറെന്തെങ്കിലും ഭൗതിക താല്പര്യത്തിൽ അല്ല. ഒരുപക്ഷെ നോമ്പെടുത്താൽ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടായേക്കാം. നിസ്കാരത്തിൽ ഒരുപക്ഷെ കുറേ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടാകും. പക്ഷെ അതിനു വേണ്ടി അല്ല നമ്മളാരും നോമ്പെടുത്തതും നിസ്കരിച്ചതും. മറിച്ച് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കരുത്ത്. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ കരുതേണ്ടതും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഈ ലോകത്ത് പണിയെടുക്കുന്ന ആൾ, അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ഹദീസിൽ കാണാം. ഈ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും. ഹൗസ് വാമിങ്ങിന് എല്ലാ തയ്യാറെടുപ്പും നടത്തി ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിലെത്തുമ്പോഴേക്ക് മരിച്ചുപോയ പ്രവാസികൾ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം നമ്മളോട് സംവദിച്ച ഉസ്താദ് ഇന്ന് ഖബറിലാണല്ലോ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഖബറിലേക്ക് പോകേണ്ടവരാണ്. എപ്പോഴാണ് നമ്മുടെ അവസാന ശ്വാസവും തീർന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല. ആ മരണം നമുക്ക് സംഭവിക്കാനുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അതിലാർക്കും സംശയമില്ല. ലോകത്ത് ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം എന്ന ഉറപ്പുള്ളത് വരെ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചേക്കുന്നത്. മരണത്തിന്റെ വിഷയത്തിൽ ആർക്കും ഡൗട്ടില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കിട്ടിയ കാലം, അത് എത്ര വർഷമാണെങ്കിലും അല്ലെങ്കിലും, വയസ്സ് 18 മരിച്ചത് 88 മരിച്ചത് എന്നതൊന്നും അല്ല കണക്ക്. കിട്ടിയ കാലം എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് ബുദ്ധിമാന്മാരുടെ അടയാളമായി ഇസ്ലാം വെച്ച അടയാളം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണെന്നും ശാശ്വതമായ ജീവിതം അവിടെയാണ് ആരംഭിക്കുന്നതെന്നും ബോധം ഉള്ള ഒരാൾ ദുനിയാവ് കുറെ സമ്പാദിക്കാനോ വാരിക്കൂട്ടാനോ ദുനിയാവിലായി ജീവിച്ച് ആഖിറത്ത് നഷ്ടപ്പെടുത്താനോ ഒരിക്കലും അയാൾ നിൽക്കില്ല. നിങ്ങൾ നോക്കൂ, വലിയ പണക്കാരനായ ഒരാൾ തൻ്റെ മക്കളെ വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്യാണ്, എൻ്റെ പണം ഈ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ 2-3 പേരെ തെരഞ്ഞെടുപ്പിച്ച് കൊടുക്കണം എന്നൊരു ഹാജിയാര് വസിയ്യത്ത് ചെയ്താൽ മക്കൾ എവിടെയാണ് ഈ പണം കൊടുക്കേണ്ടത്? എവിടെയാണ് ഈ പണം മക്കൾ കൊടുക്കേണ്ടത്? PSCയുടെ റാങ്ക് ലിസ്റ്റാണോ നോക്കേണ്ടത്? അല്ല CMA പാസ്സായവരെയാണോ നോക്കേണ്ടത്? അല്ല 8 മാസം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കിയ 3 കുട്ടികളുണ്ട്, അവരാണ് ബ്രില്യൻസ്, അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? ഫിഖ്ഹിന്റെ മസല പ്രകാരം ബുദ്ധിമാനായ 3 പേരെ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്ന് തൻ്റെ വാപ്പ വസിയ്യത്ത് ചെയ്താൽ ആ ബുദ്ധിമാൻ എങ്ങനെ കണക്കാക്കും? അവിടെയുള്ള സുഹാദ് അഥവാ ദുനിയാവിനോട് താല്പര്യമില്ലാതെ ആഖിറം ഓർത്ത് ജീവിക്കുന്നവരെയാണ് സാഹിദ്, പരിത്യാഗി എന്ന് പറയാം. അവരെ തെരഞ്ഞെടുപ്പിച്ച് കൊടുക്കണം എന്നതാണ് മസാല. കാരണം അവനാണ് ഒറിജിനൽ ബുദ്ധിമാന്മാർ.
ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂത്തന, അള്ളാഹുവിന്റെ ചില ബുദ്ധിയുള്ള അടിമകളുണ്ട്. അള്ളാഹുവിന് ബുദ്ധിയുള്ള ചില അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ത്വല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീതന. അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാണ്. അവർ ആഖിറത്തെ പ്രേമിച്ചവരാണ്. അവർ ആഖിറത്തിലേക്കുള്ള യാത്രക്ക് കരുത്തു സ്വത്ത് തയ്യാറെടുപ്പ് നടത്തിയവരാണ്. അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുകയല്ല. അപ്പൊ നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ്. അതിന്റെ ഒരു ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ വിട പറയുമ്പോൾ ആ മയ്യത്തിന്റെ കൂടെ 3 ആൾക്കാരുണ്ടാവും. ഈ സംസാരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഉടനീളം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഹദീസിന്റെ ആശയം. യത്ബഉൽ മയ്യത്ത് സലാസുൻ, ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ കൂടെ 3 ആൾക്കാരുണ്ടാവും. ഫയർജിഉ ഇസ്നാനി, 2 പേര് തിരിച്ചു പോരും, ഒരാൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താവണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഓരോന്നിനോടും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ കൂടെ 2 പേര് കൂടെ ഉണ്ടെങ്കിലും തിരിച്ചു പോരുന്ന 2 ആൾക്കാരാണ്. 3ാമത്തെ ആള് മാത്രമേ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഏതാണ് ഈ 3 സുഹൃത്തുക്കൾ? ആരാണ് ഈ 3 ആൾക്കാർ? ഇത് പഠിച്ചാൽ തന്നെ നമ്മൾ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഒന്നാമത്തത് അഹ്ലുഹു, ആ മയ്യത്തിന്റെ അഹ്ലുകാരാണ്, കുടുംബക്കാരാണ്. അവർ കൂടെ ഉണ്ടാകും. എവിടെ വരെ ഉണ്ടാകും? ഒരുപക്ഷെ മറമാടുന്നത് വരെ ഉണ്ടാകും. അവരെല്ലാവരും തിരിച്ചു പോരും. നിങ്ങളില്ലാതെ എനിക്ക് ഒറ്റ ദിവസം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, മിസ്സിംഗ് ആണ് എന്ന് പറയുന്ന ഭാര്യ കൂടെ ഖബറിലേക്ക് വരുമോ? ഇല്ല. വാപ്പില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ? ഐ കാൻറ്റ്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന മോനുണ്ടാവോ? ഇല്ല. എന്താണെന്ന് അറിയില്ലടി, എനിക്ക് നീ ഇല്ലാണ്ട് എങ്ങനെയും നിൽക്കാൻ കഴിയണില്ല, ഞാൻ ഏതായാലും ഒരു വിസിറ്റിങ് നിനക്ക് വേണ്ടി ശരിയാക്കുന്നുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞാൽ ആ ഭർത്താവ് ഉണ്ടാവോ കൂടെ ഖബറിൽ? ഇല്ല. എൻ്റെ ചങ്കാണ്, എൻ്റെ ബെസ്റ്റിയാണ് എന്ന് ഏത് ടെർമിനോളജി വിളിച്ച് വിശേഷിപ്പിച്ചാലും അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവൻ ഒറ്റക്ക് ഖബറിൽ പോകണം. ഒരു കുടുംബക്കാരനും കൂടെ ഉണ്ടാവില്ല. ഖബറിലെത്തിയത് മുതൽ നമ്മൾ പിന്നെ ഒറ്റക്ക് ജീവിക്കണം. നമ്മൾ തന്നെ എങ്ങനെയോ കിടക്കുന്നതാ ഖബറിൽ. ഖബറിലെങ്ങാനും ഒരാളെ മലർത്തി കിടത്താണെങ്കിൽ അയാളുടെ കൈ ഒന്ന് വിശാലമായി വെക്കാൻ മാത്രം അവിടെ സ്പേസ് ഇല്ല. ആ കൈ തന്നെ വയറിന്റെ മേലെ വെച്ചിട്ട് ചുരുണ്ട് കിടക്കേണ്ടി വരും. അത്രയും ചെറിയ സ്പേസ് ആണല്ലോ ഖബർ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, അവിടെ നമ്മുടെ കുടുംബങ്ങൾ ആരും വരൂല. സ്ത്രീകൾ, ഭാര്യ, പെൺകുട്ടികൾ, പെങ്ങന്മാർ, അവരൊക്കെ നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കരയും, അത്ര തന്നെ. കുറച്ചാണുങ്ങളൊക്കെ വരും ഖബർ വരെ, പിന്നെ അവരും തിരിച്ചു പോകും. അന്ന് മുതൽ നമ്മൾ ഒറ്റക്ക് ജീവിക്കണം. ഈ കുടുംബങ്ങൾ, ചില കുടുംബാംഗങ്ങൾ ഉപകാരപ്പെടൂല എന്ന് മാത്രമല്ല, അവര് നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യും. അതെങ്ങനെ? നമ്മൾ അവിടെ ബാക്കി വെച്ച സ്വത്ത് അവർ വേണ്ടാത്തരത്തിന് ചെലവഴിക്കും. വാപ്പ ഏറ്റ കുറേ വാഗ്ദാനങ്ങളുണ്ട്, അത് വീട്ടൂല. വാപ്പാന്റെ സക്കാത്ത് കുറെ കൊടുത്തു വിട്ടാനുണ്ട്, വാപ്പ പെട്ടെന്ന് മരിച്ചു പോയതാ. ആ സക്കാത്ത് ഈ അനന്തരാവകാശികൾ കൊടുക്കാതെ ഈ സ്വത്ത് എങ്ങനെ, അനന്തര സ്വത്ത് എങ്ങനെ വിഹിതം വെക്കാം എന്ന ആലോചനയിലായി മക്കളും കുടുംബവും ഉള്ളത്. അപ്പോൾ ഈ മക്കൾ ഈ വാപ്പാന്റെ ശത്രുവാണ് ആവുന്നത്. യഥാർത്ഥത്തിൽ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് മരിച്ച ആളുടെ സ്വത്ത് സക്കാത്ത് കൊടുക്കാനുള്ള സ്വത്താണോ എന്ന് ആദ്യം അന്വേഷിക്കൽ ബാധ്യതയാണ്. കുടുംബങ്ങൾക്ക് ദീനീബോധം ഇല്ലെങ്കിൽ അതൊന്നും അന്വേഷിക്കൂല. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും.
അതാണ് ഈ പറയുന്നത്. ദീനീ ബോധമില്ലാത്ത മക്കളാണെങ്കിൽ മര്യാദയ്ക്ക് ദീൻ പഠിപ്പിച്ചിട്ടില്ല, വാപ്പാന്റെ വേക്കിൽ ബിസിനസ്സുകാരാക്കി, അല്ലെങ്കിൽ വലിയ വലിയ ഭൗതിക കോഴ്സുകൾ പഠിപ്പിച്ചു, അവർക്ക് ദീനീ ബോധം കൊടുത്തിട്ടില്ല. ആ മക്കളെ കൊണ്ട്, ആ ഭാര്യയെ കൊണ്ട് ഇയാൾ അനുഭവിക്കും ഖബറിലെത്തുമ്പോൾ. ഇയാൾ ഉണ്ടാക്കിയ സ്വത്തിന് സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഈ സ്വത്ത് കൊണ്ട് പുട്ടടിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ് അനന്തരാവകാശികൾ. എങ്ങനെയുണ്ട് ആലോചിച്ച് നോക്കിയേ. ഈ അഹ്ലുകാർ യഥാർത്ഥത്തിൽ ഇയാളുടെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കേണ്ട അഹ്ലുകാർ ഇപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിതം തിമിർത്താടുകയാണ്. ഈ അഹ്ലുകാരെ നമ്മൾ ശരിപ്പെടുത്തേണ്ടതില്ലേ? നമ്മുടെ ഖബർ എന്ന ലോകം വെളിച്ചമാക്കേണ്ടവരല്ലേ നമ്മളെ മക്കൾ? അത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാണോ അവരെ ശരിയാക്കേണ്ടത്? അല്ല, നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടണം. അതിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ മക്കളെ നന്നാക്കാനാണ്. അതെന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറഞ്ഞല്ലോ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ, നിങ്ങളെ മക്കൾ, നിങ്ങളെയും നിങ്ങളെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അല്ലാതെ പ്രോഗ്രസ് കാർഡിൽ എവിടെയാ പേര്, പേര്, രക്ഷിതാവിന്റെ പേര്, ഒപ്പ്, അവിടെ ഒപ്പിട്ടാൽ തീരുന്നതല്ല രക്ഷിതാവിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അഹ്ലുകാരെ, മക്കളെ, ഭാര്യ സന്താനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോഴാണ് ഒരു ഭർത്താവിന്റെ, ഒരു വാപ്പാന്റെ ഉത്തരവാദിത്വം പൂർത്തിയാവണം. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില വാപ്പമാർ മക്കളെ കാര്യം തീരെ ശ്രദ്ധിക്കൂല, എന്നിട്ട് ഫുള്ള് ഉമ്മാക്ക് വിട്ടുകൊടുക്കും. നീ എല്ലാം നോക്കണേ മക്കളെ കാര്യം, ഫീസ് എത്ര വേണമെങ്കിൽ എന്നോട് പറഞ്ഞോട്ടോ, ഞാൻ ജിപേ ചെയ്യാം, കാര്യങ്ങളൊക്കെ നീ നോക്കണേ. എല്ലാം ഉമ്മമാർക്ക് വിട്ടുകൊടുത്താൽ കുട്ടികൾ നന്നാവണമെന്നില്ല. 10-600 കൊല്ലം മുമ്പ് ഷാറാനി ഇമാം എഴുതി വെക്കുക, എല്ലാം ഉമ്മമാർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. കറന്റ് സ്റ്റാറ്റസും പുതിയ പുതിയ വർത്തമാനങ്ങളും അപകടങ്ങളുമെല്ലാം കൂടുതൽ പുരുഷന്മാർക്കായിരിക്കും വാർത്തകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും പുറം ലോകം അറിയുന്നത് കൊണ്ടും മനസ്സിലാവുക. ഉമ്മമാർക്ക് അതൊന്നും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ആകയാൽ ഉമ്മമാർക്ക് കൊട്ടേഷൻ കൊടുക്കൽ പരിപാടിയല്ല വാപ്പ ചെയ്യേണ്ടത്. രണ്ടുപേരും കൂടി തർബിയത്ത് നടത്തുമ്പോഴാണ് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവുക. ഞാൻ അള്ളാഹുവിനോട് പറയോട്ടോ, എന്ത്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നു. ആഹാ, വെരി ഗുഡ്. ഭാര്യയോട് പറയാ ചിലയാണ്, എന്ത്, ഞാൻ അള്ളാഹിനോട് പറയും നിന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ ഇയാൾക്ക് എന്താ പണി? അങ്ങനെയൊന്നും പറ്റൂല, അങ്ങനെയൊന്നും പറ്റില്ല. ഹദീസിലുണ്ടല്ലോ, ആഖിറത്തിൽ ഓരോ വാപ്പ ഉമ്മാനോട് ചോദിക്കും, നിനക്ക് ഞാൻ തന്ന മക്കളെ ഇസ്ലാമിക രീതിയിൽ വളർത്തിയിട്ടുണ്ടോ, ആ രീതിയിൽ നീ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം വരും. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാതെ കുറെ നിസ്കരിച്ചത് കൊണ്ടും നോമ്പെടുത്തത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോണില്ല. നമ്മളെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അൽ കബീർ, വലിയ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ ശറഹ് മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ്, മുറസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഅ 7 സിനീൻ, 7 വയസ്സായാൽ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. വൽ മുറാദു ബിസ്സബി എന്ന് പറഞ്ഞാൽ അത് യശ്മിലു ദക്കറ വൽ ഉൻസ, ആണായാലും പെണ്ണായാലും കുട്ടിയെ 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വൽ അംറു ലിൽ വുജൂബ്, കൽപ്പിക്കണം എന്ന് പറയുന്ന ആ കൽപ്പന ഉണ്ടല്ലോ, അത് നിർബന്ധത്തിന്റെ കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ 7 വയസ്സായാൽ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന ഡ്യൂട്ടി വാപ്പാക്കും ഉമ്മാക്കും നിർബന്ധമാണ്. വതർക്കുൽ വുജൂബി മഅസിയത്തുൻ, അങ്ങനെ 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൽ ഇസ്റാറു അലൈഹ, അങ്ങനെ സ്ഥിരം ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാപ്പയും ഉമ്മയും മുസ്ഖിത്തുൽ അദാലത വമുസ്ബിത്തുൽ ഫിസ്ഖ വഹും ഫാസിഖൂൻ, അവർ ഫാസിഖീങ്ങളാ. ആര്? ഈ വാപ്പയും ഉമ്മയും. ഇനി ഈ ഉമ്മ വളർത്തിയാൽ എങ്ങനെ കുട്ടി നന്നാവുക? ഇനി ഈ ഉപ്പയെ തുടർന്ന് നിസ്കരിക്കുന്ന കുട്ടി എങ്ങനെയാ നന്നാവുക? ആലോചിച്ച് നോക്കിയേ. എന്താ കാരണം? വൽ ഇസ്റാറു അലൈഹ, തെറ്റ് സ്ഥിരം ചെയ്യല്ലേ. സുബീക്ക് കുട്ടി ഉറങ്ങുന്നുണ്ട്, 8 വയസ്സുള്ള കുട്ടി, ഉപ്പ വിളിക്കാണ്ട് പള്ളിയിലേക്ക് പോകും. 7 വയസ്സായാൽ 7 വയസ്സായിട്ടോ നിസ്കരിക്കണം, ഇതൊന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല. ഓരോ വഖത്തിനും പറഞ്ഞാലേ അവൻ നിസ്കരിക്കുള്ളൂ എങ്കിൽ ഓരോ വഖത്തിനും പറയണം.
90% പാരന്റ്സും ഇതൊന്നും ശ്രദ്ധിക്കണില്ല ശരിക്കും. അപ്പൊ നമ്മൾ വ്യഗ്രത എന്തിലാന്നറിയാം? കുട്ടിക്കുറ്റവാളികൾ എന്ന് വിളിക്കണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയില്ല. ആദ്യം നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കൂ, നമ്മളെ പണി നമ്മൾ ആദ്യം എടുക്കൂ. മദ്രസയിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ തന്നെ മിക്കവാറും വെള്ളിയാഴ്ച സുബഹിക്ക് എണീക്കൂല. എന്തുകൊണ്ട് വിളിക്കൂല? രാവിലെ മദ്രസയില്ലല്ലോ, ഉറങ്ങിക്കോട്ടെ, കുറച്ച് ഉറങ്ങിക്കോട്ടെ, ഉപ്പാന്റെ വക കുറച്ച് ഉറങ്ങിക്കോട്ടെ. കുട്ടികളോട് കരുണ കാണിക്കണം എന്ന് ഹദീസിലുണ്ട്. മല്ലം യർഹം സഗീറനാ, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിനെ ഇതേ കിതാബിൽ തന്നെ മഖ്ദൂം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുട്ടികളോട് കരുണ കാണിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിന്റെ പാട്ടിന് വിടലല്ല, കുറച്ചൊക്കെ കുരുത്തക്കിടപ്പ് കളിച്ചോട്ടെ, ഹറാമ് ചെയ്തോട്ടെ എന്ന് വിടലല്ല. അവരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തലാണ് ഏറ്റവും വലിയ കരുണ. വാപ്പ സുബഹിക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ പോരുന്നു, മക്കളെ വിളിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ വിളിക്കണില്ല. പെട്ടെന്നാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. കിച്ചന്റെ ഭാഗം മൊത്തം തീ പിടിച്ചിട്ടുണ്ട്. വേഗം എന്ത് ചെയ്യും? ആ തീ കെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം കുട്ടികൾ ഉറങ്ങുന്ന റൂമിൽ പോയിട്ട് മക്കളെ വിളിച്ചുണർത്തും. എന്താ കാരണം? തീ പൊള്ളലേൽക്കാൻ പാടില്ല, വെന്തു മരിക്കാൻ പാടില്ല. അത് തന്നെ കാരണം. ഈ ചെറിയ തീയിൽ നിന്ന് നീ മക്കളെ രക്ഷപ്പെടുത്തുന്നില്ലേ? ഉണ്ട്. വനഹ്നു ജഅൽനാഹ തദ്കിറ. ഈ തീയെ നരകോർമ്മിപ്പിക്കാനാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഇതിന്റെ 70 ഇരട്ടി തീയല്ലേ ഈ കുട്ടികൾ നിസ്കാരത്തിന് എണീറ്റില്ലെങ്കിൽ അനുഭവിക്കുക. അതെന്താ അതിൽ നിന്ന് രക്ഷപ്പെടുത്താത്തത്? ഇതാണ് ഇസ്ലാം ചോദിക്കുന്ന ചോദ്യം. ഇങ്ങനെ വാപ്പയും ഉമ്മയും 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവർ ഫാസിഖീങ്ങളാണ്. ലാ തൻഅഖിദു നിക്കാഹ ബിശഹാദതിഹിം. ഈ ഉപ്പ സാക്ഷി നിന്നാൽ ആ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു നിക്കാഹിന് ഈ ഉപ്പയാണ് പോയിട്ട് ഒപ്പിടുന്നത്, സാക്ഷിക്കണത്. ആ നിക്കാഹ് സ്വയ്യാവൂല. വലൗ കാനു അൽഫൻ. ഇത്തരത്തിലുള്ള 1000 എണ്ണം ആ പള്ളിയിലുണ്ട്. 1000 ആളുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഇവരെല്ലാവരും ഫാസിഖീങ്ങളാണ്. ഫാസിഖീങ്ങളെ കൊണ്ടുള്ള നിക്കാഹ് സ്വഹീഹാവില്ല. ഇന്ദ അക്സരിൽ അഇമ്മ. മഹാനായ മഖ്ദൂം തങ്ങൾ എഴുതി വെക്കുന്നു. എന്തൊരു അർത്ഥവത്തായ വാക്കാ നോക്കി. ആരാ ഇതൊക്കെ ശ്രദ്ധിക്കണത്? ആരാ ശ്രദ്ധിക്കണത്? അപ്പൊ നമ്മളെ മക്കൾ അഹ്ലുകാർ ആഖിറത്തിൽ ഉപകരിക്കണം എന്ന് നമുക്ക് നിയ്യത്തുണ്ടെങ്കിൽ ഇസ്ലാം പറഞ്ഞ റൂട്ടിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇസ്ലാം അതിന് കറക്റ്റ് റൂട്ട് വരക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാം പറഞ്ഞ റൂട്ട്? ഏതാ? ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് ഒരു ഘട്ടത്തിലും വരാതെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം, അല്ലെങ്കിൽ പണത്തിന്റെ പത്രാസിന്റെ പ്രൗഢി വർത്താനം, അതൊന്നും ഉണ്ടാവരുത് കുട്ടികൾക്ക്. ഒരിക്കലും അത് അനുവദിക്കരുത്. കുട്ടികൾക്ക് ലളിത ജീവിതം പറഞ്ഞു കൊടുക്കണം ചെറിയ പ്രായത്തില്. മുന്തിയ ഇനം ഡ്രസ്സ് മാത്രം കുട്ടികൾക്ക് എടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടി ദുന്യാവിന്റെ ആളായി മാറും. മുന്തിയ ഇനം ഫുഡ് മാത്രം, മുന്തിയത് മാത്രം. നമ്മളേതായാലും കുറച്ച് കഷ്ടപ്പെട്ടല്ലോ സാറേ, ഓനേതായാലും കുറച്ച് ആസ്വദിക്കട്ടെ. അങ്ങനെയാണോ നിലപാട്? ഖബറിലേക്ക് കിട്ടാൻ പോകുന്നില്ല പിള്ളേർ. ഇപ്പം കുറച്ച് ചിരിക്കുമായിരിക്കും, ഉപ്പ സെറ്റ്, ഉപ്പ തന്ത വൈബല്ലാന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ബട്ട് നമുക്ക് നാളെ ആ കുട്ടികളെ കിട്ടില്ല. പുതിയ കാല വർത്തമാനങ്ങൾ നമുക്ക് കൂടുതൽ തെളിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മളെ മക്കള് നന്നാവണോ? അതിന് ചെറിയ പ്രായം മുതലേ ആ കുട്ടികൾക്ക് ഈ വലിയ പൊങ്ങച്ച വർത്തമാനങ്ങളും ഹൈപ്പോക്രസി, വാനിറ്റി, ഇതൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. ലളിത ജീവിതം എല്ലാവർക്കും കൊടുക്കാൻ പഠിപ്പിക്കണം കുട്ടികൾക്ക്. ചെറിയ പ്രായത്തിലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് എനിക്കൊരാൾ ഇറൈസർ തന്നു, വേറൊരാൾ കട്ടർ തന്നു, ഇൻസ്ട്രുമെന്റ് ബോക്സ് തന്നു, ഇങ്ങനെ തന്നു എന്ന് പറയുമ്പോൾ എന്തോ ആടാ ഇത്, എല്ലാവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് വരേണ്ട ആളാ നീ കുറേയൊക്കെ കൊടുക്കേണ്ട ആളല്ലേ, നീ ഇങ്ങനെ വാങ്ങാൻ പോകുന്ന ആളാ. അയ്യേ, വാങ്ങൽ വളരെ മോശവും കൊടുക്കലാണ് നല്ല കാര്യവും എന്ന് ചെറിയ മനസ്സിൽ തന്നെ ഇൻജക്ട് ചെയ്ത് കൊടുക്കണം എന്ന് റിയാദത്തു സുബിയാൻ എന്ന കിതാബിൽ കാണാം. അതേപോലെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ രൂപപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഷെയർ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെടുത്തി കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയ ചോക്ലേറ്റ് കിട്ടിയാൽ നീ അനുജന് കൊടുത്തോ? ഇല്ലേ, ഒറ്റക്ക് തിന്ന. അയ്യേ, അപ്പൊ കുട്ടികൾക്ക് തോന്നും ഇതെല്ലാം പീസാക്കിയിട്ടായിരിക്കും കൊടുക്കണം. പക്ഷെ പല വാപ്പമാരും അങ്ങനെയല്ല. എടാ, ഒരു ചോക്ലേറ്റേ വാങ്ങിയിട്ടുള്ളൂ, എനിക്ക് ഏതായാലും ഇപ്പൊ തരാം, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് പൊളിക്കണ്ട, മേലെ റൂമിൽ പോയിട്ട് തിന്നോളി ഒറ്റക്ക്, എന്നാൽ പിന്നെ ആർക്കും കൊടുക്കണ്ടല്ലോ. ഈ കുട്ടി എന്താ ആ വാക്കുകൊണ്ട് പഠിച്ചേ നിങ്ങൾ ആലോചിച്ചു. ഈ കുട്ടി ഭാവിയിൽ എന്താ പഠിക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടിക്ക് വാപ്പ കൊടുക്കുന്നതാ ഇങ്ങോട്ടോ. ഭാവിയിൽ ആ കുട്ടി ഹുണ്ടിപ്പണം എങ്ങനെ കൈമാറാന്ന് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലഹരി എങ്ങനെ കൈമാറാം പഠിച്ചിട്ടുണ്ടോ? ഈ കുട്ടിക്ക് ഈ വാപ്പ എന്തപ്പോൾ കൊടുത്തത്? എന്തൊരു പൊട്ടത്തര സന്ദേശമാണ് കൊടുത്തേക്കുന്നത്? അങ്ങനെയല്ല.
എന്ത് കിട്ടിയാലും അപരന് വേണ്ടി ഷെയർ ചെയ്യാനുള്ളൊരു എന്താ പറയാ പാരസ്പര്യ ബോധമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും കോമ്പസ് കുത്താനുള്ളതല്ല, നാളത്തെ ഒരു ലോകം വരക്കാനുള്ളതാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും. അപരനെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ചെറിയ പ്രായത്തിലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഖൽബിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇല്ലാത്ത ആളാണ് പലപ്പോഴും ബിദ്അത്തുകാരായി മാറുക. അതിനൊക്കെ വാപ്പമാര് ഉമ്മമാര് സമയം കണ്ടെത്തണം. ഇപ്പോഴത്തെ ഫാമിലിയിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഒന്നിച്ചിരുന്ന് വർത്തമാനങ്ങളില്ല എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാന്നുള്ളത് ഫാമിലി ഗ്രൂപ്പിൽ അറിയിക്കേണ്ട ഗതികേടാണ്. ഫുഡ് ഈസ് റെഡി, എല്ലാവരും വരിക. ഫാമിലി സംഗമങ്ങളൊക്കെ കൂടുതലാണ്. ഹറാമുകളുടെ പെരുമഴയാണ് ഫാമിലി സംഗമത്തിൽ ഉണ്ടാവുക. എവിടെയാണ് ഈ ബർക്കത്തുണ്ടാവുക? എന്താണ് നമ്മളെ തലമുറക്ക് പറ്റിപ്പോയത്? റഹ്മാൻ, നമ്മുടെ അഹ്ലുകാർ നമുക്ക് ഉപകരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിച്ചാൽ, ഭൂമിയുടെ താഴെ പോയാൽ ആ മക്കളെ കൊണ്ട്, ആ അഹ്ലുകാരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അത്തരം മക്കളെ കൊണ്ടുള്ള ഉപകാരം എന്താ നിങ്ങൾ കേൾക്കണോ? ഹനഫി മദ്ഹബുകാരനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ആ കാലത്തെ വലിയ പണ്ഡിതനാണ്. ആ മഹാനവറുകളുടെ അടുത്ത് ഒരുപാട് കിതാബുകളുണ്ട്. നിങ്ങൾക്ക് കിടന്ന ഇത്രയും കിതാബുകൾ ആരാ ഇതൊക്കെ വാങ്ങിത്തന്നത്? അതിന് മഹാന്റെ മറുപടി എന്താ അറിയോ? എൻ്റെ വാപ്പ വാങ്ങിത്തന്നതാണ്. വാപ്പയോ? ഇത്രയും? അതെ, ഞാൻ ഒരു ആലിമായി കിട്ടാൻ വാപ്പാക്ക് അത്രയും ആഗ്രഹമുണ്ട്. ആ വാപ്പ വഫാത്തായി. എല്ലാ ദിവസവും ഇശാ നിസ്കാര ശേഷം ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു. കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കറക്റ്റ് ഒരു മാസം. വാപ്പ മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ വാപ്പ സ്വപ്നത്തിൽ വന്നു, ഈ മകന്റെ സ്വപ്നത്തിൽ. എന്നിട്ട് പറയാ, മോന് കൊടുത്തേക്കുന്നൊക്കെ വാപ്പാക്ക് കിട്ടുന്നുണ്ട്, സന്തോഷമായിട്ട് കിട്ടുന്നുണ്ട്, മോന് തുടരണേ മോനെ എന്ന് പറയും. ഇങ്ങനെ ആവണം നമ്മളെ മക്കളൊക്കെ. നാളെ താഴെ പോയിട്ട് കിടക്കേണ്ട ഖബറിൽ നിന്ന് ആ ഖബറിലേക്ക് വെളിച്ചം വരാൻ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടിയാൽ, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആ മക്കൾ മതി നമുക്ക് രക്ഷപ്പെടാൻ. സൗദിയിലെ അൽക്കോബാർന്ന് മോന് കൊടുത്തയച്ച് നട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ പിസ്ത, ബദാം, പിറ്റേന്നായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോൻ എന്നെ വീഡിയോ കോൾ ചെയ്യണത്. എടാ, ഇന്നലെ നീ കൊടുത്തയച്ചത് എന്നെ ഉപ്പ തിന്നുന്നതാ, ഉമ്മ കാണിച്ചു കൊടുക്കുന്നു. നീ ഇന്നലെ കൊടുത്തയച്ച കൗണ്ടർ കൊണ്ട് ഉമ്മ ദിക്റയില്ലെന്നുണ്ട്, ഉപ്പ കാണിച്ചു കൊടുക്കുന്നു. ഇത് മതി, നമുക്ക് അണ്ടിപ്പരിപ്പിൽ ഒതുങ്ങിയാൽ മതി നമ്മളെ മക്കള്. പോരാ, ഇത് പോരാ. എന്നൊന്നും കിടക്കേണ്ട ഖബർ വെളിച്ചമാക്കി തരേണ്ട മക്കൾ ഇവിടെ ഉണ്ടാവണം. അപ്പോഴാണ് ഹാജിയാരെ നമ്മുടെ ജീവിതം സാർത്ഥകമാവുന്നത്. അപ്പോഴാണ് ഉമ്മമാരെ നമ്മുടെ ഖബർ വെളിച്ചമാകുന്നത്. അങ്ങനെ മക്കൾ ഖൈർ ഇങ്ങനെ ചെയ്യുമ്പോൾ വാപ്പാക്ക് കൊടുത്തേക്കൊന്നും വേണ്ട, മക്കൾ ഖൈർ ചെയ്താൽ മതി. വലതും സ്വാലിഹുൻ, അത് മതി. പിന്നെ യദ്ഉ ലഹു എന്ന് പറയുന്നത് സ്വാലിയായ മക്കളാകുമ്പോൾ എന്തായാലും ദ്വാരക്കുമല്ലോ എന്ന അർത്ഥത്തിൽ പറയണതാ. മക്കൾ ചെയ്താൽ മതി, അതൊക്കെ ഉപ്പായുടെയും ഉമ്മായുടെയും ഖബറിലേക്ക് എത്തും. അങ്ങനെ മക്കൾ നല്ല നടപ്പുമായി ജീവിക്കുമ്പോൾ ഈ ഖബറിലുള്ള ഉപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന. എന്താ ദ്വാരക്ക? അൽഹംദുലില്ലാഹ്, എന്റെ അബ്ദുൽ മോന്, എന്റെ ഫാത്തിമ മോള് ഈ പാതിരാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടല്ലോ. ആരാ പറയണത്? ഖബറിലുള്ള ഉപ്പയും ഉമ്മയും. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ കാണും, മുഅ്മിനീങ്ങൾ കാണും, കണ്ടിട്ട് അവർ സന്തോഷിക്കും. അൽഹംദുലില്ലാഹ്, ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ ഓരോ റൂമിലും എന്റെ മക്കളതാ ളുഹ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഖൈറാത്തുകൾ ചെയ്യുന്നു. ആ സന്തോഷം മാത്രമല്ല, അവര് ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ മക്കൾക്ക് ഈ നന്മയിലായിട്ട് തന്നെ തുടരാനുള്ള തൗഫീഖ് നൽകണേ. ആര് ദുആർക്കുന്നു? മരിച്ച വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. എന്താണ് ആ ദുആന്റെ കടുപ്പം? ആ സന്തോഷത്തിന്റെ ദുആ കിട്ടണം. അതിന് നമുക്ക് എന്ത് വേണം? നല്ല മക്കളെ കിട്ടണം. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് തന്റെ അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ പറയാം, നേരെ തിരിച്ചാണെങ്കിൽ കുട്ടികൾ തെറ്റുകുറ്റങ്ങളിലായി ജീവിക്കുമ്പോൾ ആ വീട്ടിൽ നേരത്തെ ഉണ്ടായ ഉപ്പാപ്പയും ഉമ്മാമയും അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മ ഉപ്പ ഖബറിൽ നിന്ന് ഇത് കണ്ടിട്ട് വേദനിക്കും. എന്താണ് ഈ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമയം നാട്ടിൽ 2:30, അപ്പോഴും അവൻ ഇൻസ്റ്റയിൽ തന്നെ.
അപ്പുറത്തെ റൂമിലാണെങ്കിൽ ഒരുത്തി 12:30 യൂട്യൂബിൽ 5 മക്കളും സിനിമാ തിയേറ്ററിൽ എല്ലാവരും ഹറാമിലായി കാണുമ്പോൾ ആ ഉപ്പാപ്പയുടെ ഉപ്പയുടെ മനസ്സിങ്ങനെ വേദനിച്ചു പൊട്ടും. ഇവർക്ക് തൗബ ചെയ്യാനുള്ള മനസ്സൊന്ന് നീ കൊടുക്കണേ എന്ന് അവര് ദുആ ചെയ്ത് ആഗ്രഹിക്കും. നിങ്ങൾ ആലോചിച്ചു, അഹ്ലുകാര് നന്നായി കിട്ടണം. അതാണ് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഒരു മനുഷ്യന് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകും. അതിലേറ്റവും വലിയ അനുഗ്രഹം നജാബത്തുൽ ഔലാദ്, മക്കള് നന്നായി കിട്ടലാണ്. മക്കള് നന്നായുള്ള മെച്ചെന്നാ ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാം, ഒട്ടും പേടിക്കണ്ട. ഒരാൾ മരിക്കും, ഇപ്പൊ എന്താ പേടി? മരിച്ചതിന് ഒന്നും നന്മ ചെയ്യാൻ കഴിയില്ലല്ലോ, അതാണല്ലോ പേടി. ഇനി ഒരു സ്വലാത്ത്, ഇനി ഒരു ദിക്ർ, ഇനി ഒരു തറാവീഹ്, ഇനി ഒരു റമദാൻ നോമ്പ് ഇല്ലല്ലോ എന്നുള്ള പേടിയാണല്ലോ. ഇയാൾ മരിച്ചതിന് ഇയാളെ വാപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ എന്തിനാ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യം? പേടിക്കണ്ടില്ലല്ലോ. അഹ്ലുകാർ നന്നായി കിട്ടണം. അതിനാണ് ഈ ദുനിയാവിലെ സിംഹഭൂരിപക്ഷ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത്. അതിനാണ് നമ്മൾ മെനക്കെടുന്നത്. കാരണം ആ അഹ്ലുകാർ തിരിച്ചു പോകും. തിരിച്ചു പോയ അഹ്ലുകാർ പിന്നെ നമുക്ക് ഖബറിൽ കിട്ടൂല. ആ മക്കളെ കൊണ്ട്, അഹ്ലുകാരെ കൊണ്ട് ഖബറിൽ ഉപകാരം കിട്ടണമെങ്കിൽ ജീവിതകാലത്ത് അവരെ ഇസ്ലാം പറഞ്ഞതുപോലെ വളർത്തണം. യഥാർത്ഥത്തിൽ നിലവിൽ സിസ്റ്റത്തിനാണ് പ്രശ്നം, കുട്ടിയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് തടി തപ്പുന്നതിന് പകരം സിസ്റ്റത്തിനാണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ അവകാശങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോളി, നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന അവകാശങ്ങൾ മാത്രം കുട്ടികൾ പഠിച്ചു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ മറന്നു. അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം കിടക്കുന്നത്. ഇസ്ലാം പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കണം. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞല്ലോ, വലിയവരെ ബഹുമാനിക്കേണ്ട എല്ലാവരെയും ബഹുമാനിക്കാൻ കുഞ്ഞിളം പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്താടാ ഇങ്ങനെ കാലിന്റെ മേലെ കാല് വെച്ചിരിക്കുന്നത്? എന്റെ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കുന്ന അറിയില്ലേ, കാല് മാറ്റി കണ്ടോ? ഉമ്മാന്റെ ബഹുമാനം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഉപ്പാന്റെ ബഹുമാനമോ ഉമ്മ? ഗുരുക്കന്മാരുടെ ബഹുമാനം ആര് പറഞ്ഞു കൊടുക്കണം? ഉപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കണം. ഉസ്താദുമാരുടെ, അധ്യാപകരുടെ ബഹുമാനം. അങ്ങനെ ബഹുമാനം ഏറ്റവും ഇളം പ്രായത്തിൽ കുട്ടികൾ പഠിച്ചാൽ ആ കുട്ടികൾ നന്നാവും. അങ്ങനെ നമ്മൾ അഹ്ലുകാരെ ശരിപ്പെടുത്തുന്നിടത്ത് നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥ ലോകമായ പരലോക ജീവിതത്തിൽ ആ അഹ്ലുകാരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകും.